എല്ലാ മലയാളി കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് മലയാളത്തിൽ ചെയ്യുന്നത്. കേർഡ് റൈസും ബനാന ഫ്രൈയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടേസ്റ്റി ഫുഡാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. കേർഡ് റൈസിനും എപ്പോഴും വൈറ്റ് റൈസാണ് നല്ലത്. ഞാനിവിടെ ബാസ്മതി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിയർലി ഒരു 2 കപ്സ്. കേർഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് ചൂടായിട്ടിരിക്കണം. തണുത്ത ചോറ് പാടില്ല. അപ്പം ചൂടായിട്ടുള്ള ചോറ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ബോയിൽ ചെയ്ത പാൽ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മിൽക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഒരു സ്പൂൺ കൊണ്ടിട്ട് നമുക്കിതിനെ മാഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാതെ വേറൊരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അത് ചോറ് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ മാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ കൂടെ 1 കപ്പ് തൈര് ഞാൻ ആഡ് ചെയ്യുവാണേ. പാല് 1/2 കപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ തൈര് 1 കപ്പ് ആഡ് ചെയ്യണം. ചൂട് ചോറിൽ ആദ്യം തൈര് ആഡ് ചെയ്യാൻ പാടില്ല. പാല് വേണം ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റത്തേക്ക് നമുക്കിത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വിടാം. ചോറിൻ്റെ കൂടെ തൈരും പാലും ഒക്കെ ഒന്ന് ചേർന്ന് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇനി കേർഡ് റൈസിന് പറ്റിയ ഒരു സൈഡ് ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് ഒരേപോലെ ആകുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ വാഷ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കളർ കിട്ടും, എരിവ് അത്രയ്ക്കും കാണത്തില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീരും ഞാനിവിടെ ആഡ് ചെയ്യുവാണേ. ഇനി ചെറുതായിട്ട് വാട്ടർ അതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. വെള്ളം അധികം ആഡ് ചെയ്യൽ, കുറച്ചായിട്ടേ ആഡ് ചെയ്യാവുള്ളൂ. മസാല ചേർത്തതിന് ശേഷം 20 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി കേർഡ് റൈസിനുള്ള മറ്റ് ചേർവകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആവശ്യത്തിനുള്ള എണ്ണ, കടുക്, പരിപ്പ്, ഇതിൻ്റെ കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം വറ്റൽമുളക്, ഇതിലിനി ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് കായപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേർഡ് റൈസിലേക്ക് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വാഴയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് വാഴയ്ക്ക ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വൺ സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അടുത്ത സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കറി ലീവ്സ് നമുക്ക് ആഡ് ചെയ്യാം. നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. വീഡിയോ കണ്ടിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you once again for watching and God bless you all.